السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. പരിശുദ്ധ നോമ്പുകാലം കഴിഞ്ഞ ഉടനെയാണ് ഹജ്ജ് കാലം തുടങ്ങുന്നത്. ഹജ്ജിന്റെ സുപ്രധാനമായ പല അമലുകളും ദുൽഹജ്ജ് കടന്നതിന് ശേഷമാണെങ്കിലും ഇഹ്റാം ശവ്വാൽ മുതലാണ്. ഒരുപക്ഷെ ഹജ്ജിനെ ഉദ്ദേശിച്ച ആളുകളും പോവാൻ അവസരം ഈ കൊല്ലം തന്നെ മുന്നിൽ വന്ന് നിൽക്കുന്ന ആളുകളും ഈ സാഹസിലുണ്ടാവും. അവരെ പരിഗണിച്ച് 2-3 ദിവസം ഹജ്ജിന്റെ മസാലകൾ പറഞ്ഞാൽ തീരൂല. അത് വിശാലമായ ക്ലാസ്സിൽ വെച്ച് പറയുന്ന കാര്യമാണ്. മസാലകൾ മാത്രം ശ്രദ്ധിച്ച് പഠിച്ച് പോകുമ്പോൾ അപകടമാണ്. അതിൻ്റെ ഉത്സാരവും അന്തസത്തയും മനസ്സിലാക്കി പോയാൽ കുറച്ച് ഹജ്ജ് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ കഴിയും. ഇഹ്റാമിന് അള്ളാഹു കൊടുത്ത ഈ അവസരം തന്നെ നിങ്ങൾ നോക്കൂ. ഏകദേശം 2.5 മാസം. ഷവ്വാല്, ദുൽഖഅദ്, പിന്നെ ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ഏകദേശം ഒരാഴ്ചയോളം. അപ്പോൾ 2 മാസത്തിലപ്പുറം ഏകദേശം ഒരു 65-67 ദിവസങ്ങൾ അല്ലെങ്കിൽ 70 ദിവസങ്ങളോളം അള്ളാഹു ഇഹ്റാമിന് അവസരം കൊടുത്തിരിക്കുക. എന്താ അതിന്റെ പൊരുള്? ഇത് കുറച്ച് മേത്തക്ക് പിടിക്കണ പരിപാടിയാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണമെങ്കിൽ പോയാൽ മതി എന്നാണ്. അതല്ല അതിന്റെ രഹസ്യം. നിങ്ങൾ സമ്പത്തും കൊടുക്കുന്നുണ്ട്, ശരീരം കൊടുക്കുന്നുണ്ട്, മനസ്സും കൊടുക്കുന്നുണ്ട്. 3 കൂടി ഒരുമിച്ച് കൂടി അമല ഹജ്ജേ ഉള്ളൂ. ഹജ്ജിന് പൈസ വേണം. 5-6 ലക്ഷം റുപ്യ. എത്രയാണ് ഇപ്പൊ? 7 ലക്ഷം റുപ്യ വേണം. ശരീരത്തിന് അധ്വാനമുണ്ട്, മനസ്സും കൊടുക്കും. മനസ്സ, ശരീരം, സമ്പത്ത് 3 കൂടി കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഹജ്ജ്. അപ്പൊ അള്ളാഹു തആല 70 ദിവസത്തോളം അവസരം കൊടുത്ത് ഒന്ന് ചിന്തിച്ചിട്ട് വേണമെങ്കിൽ ഇറങ്ങിയാൽ മതി. കാരണം എല്ലാം കൂടി കല്ലത്താക്കുന്ന, നിഷ്ഫലാക്കുന്ന ഒരവസ്ഥയ്ക്ക് നിങ്ങൾ പോകാൻ നിൽക്കരുത്. ഒന്ന് ചിന്തിച്ചിട്ട് വന്നാൽ മതി. നോമ്പിന് അള്ളാഹു തആല മാരി മുതൽ ഫജ്ർ വരെ അവസരം ചിന്തിക്കാൻ, നിസ്കാരത്തിന് അതിന് സമയമാകുമ്പോ ഉണ്ട്. അതിനൊക്കെ കുറച്ച് സമയമേ ഉള്ളൂ. ഹജ്ജിന് അങ്ങനെയല്ല, 70 ദിവസം അവസരം കൊടുത്തു. ഒന്ന് ശ്രദ്ധിച്ച് ചിന്തിച്ചിട്ട് വേണമെങ്കിൽ ഇറങ്ങിയാൽ മതി. അതിന്റെ ആ കിടപ്പൻ അങ്ങനെയാണ്. ഹജ്ജ് ഇസ്ലാം പഞ്ചസ്തംഭങ്ങളിലെ ലാസ്റ്റ് ഘടകമാണ്. അതുണ്ടെങ്കിലേ ഇസ്ലാം ഈമാനും പൂർത്തിയാവുള്ളൂ കേട്ടോ. അതും പറഞ്ഞു. അല്യവും അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ആയത്ത് ഇറങ്ങിയത് ഹജ്ജ് കഴിഞ്ഞപ്പോഴാണ്. ദുൽഹജ്ജ് 9 അറഫന്റെ ദിവസം ഉച്ച പിന്നിട്ടപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത്. കാരണം അൽ ഹജ്ജു അറഫ നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ഹജ്ജ് കഴിഞ്ഞപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത്. ഏതായത്ത്? ഇന്ന് ഇസ്ലാം പൂർത്തിയായി. അതിൽ സൂചന ഉണ്ട്, ഹജ്ജില്ലെങ്കിൽ ഈമാൻ ഇസ്ലാമും പൂർത്തിയല്ല. പൈസ ആരോഗ്യം ഉണ്ടായിട്ട് അടുത്തൊല്ലം എന്ന് പറഞ്ഞ് നീട്ടുന്ന ആളുകളൊക്കെ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഹജ്ജ്. പൈസ ഉണ്ട്, ആരോഗ്യമുണ്ട്, സമയമുണ്ടല്ലോ. എവിടെ സമയം? ആര് പറഞ്ഞ സമയമുണ്ട്? അല്ല, ഈ സമയമുണ്ട് എന്ന് ആരെ പറഞ്ഞേ? നമ്മളെ മരണം 2055 കണ്ട് നീട്ടിവെച്ചതാണ്. അത് ആരാ പറഞ്ഞു? നാളെ ഏതൊരു കുട്ടനോട് വെച്ച് നന്നാണ്ട് കുട്ടിയെ മരിക്കണേന്റെ തലേന്ന് തോപ്പയ്യാറ്. അതിന് മരിക്കണേന്റെ തലേന്ന് ആർക്കറിയാം? വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. നമ്മളെ ക്ലാസ്സിൽ ഞാൻ അത് പറഞ്ഞില്ല എന്ന് പറയരുത്. മംബലക, ആർക്കെങ്കിലും എത്തിയാൽ, അല്ലെങ്കിൽ മലക്ക സാദൻ ഔ റാഹില യുബല്ലിഹു ഇലാ ബൈത്തില്ലാഹിൽ ഹറാം ഫലം യഹുജ്ജ ഫലാ അലൈഹി അൻ യമൂത യഹൂദിയൻ ഔ നസ്റാനിയ. ഹദീസ്. ഹജ്ജിന് പോയ ഒരാളെ എല്ലാ അനുകൂല അവസ്ഥകളുണ്ട്. വണ്ടിയുണ്ട്, പൈസ ഉണ്ട്, ആരോഗ്യമുണ്ട്. എന്നിട്ട് അവൻ ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി മുസ്തഫ നബിന്റെ വാക്ക് കേട്ടോളൂ കേട്ടോ.
ഫലാ അലൈഹി അൻ യമൂത്ത യഹൂദിയോ ഔ നസ്രാനിയോ, അവൻ യഹൂദിയോ നസ്രാനിയോ ആയി മരിക്കുന്നതിന് ഒരു തടസ്സവും ഞാൻ കാണുന്നില്ല. യാ അല്ലാഹ്, വലിയ ഗൗരവല്ലേ ഇത്? ഇതല്ലേ ഈ സമയത്ത് പറയേണ്ട ഗൗരവമുള്ള വർത്താനം? എങ്ങനെ ഹജ്ജ് ചെയ്യാനുള്ള പൈസ ഉണ്ട്, ആരോഗ്യമുണ്ട്, പോവാനുള്ള വഴിയും അനുകൂലമാണ്. ഫലം മെഹുജ, എന്നിട്ടും ഹജ്ജ് ചെയ്തില്ല. എന്നാ ഹബീബ നബി ഈ മനുഷ്യനെ നോക്കിക്കാണത് ചിലപ്പോ അവനെ യഹൂദിയോ നസ്രാനിയായിട്ട് മരിക്കുന്നു, അതിന് സാധ്യത ഉണ്ട്. ഇതാരാ പറഞ്ഞത്? മുഹമ്മദ് റസൂലുള്ളാഹി. ഞാൻ കോട്ടക്കല്ലൊരിക്കൽ ഒരു ഹജ്ജ് ക്ലാസ് നടത്തി. ഉമ്മുൽ ഖുറ ഒരു തങ്ങളാണ്, അദ്ദേഹം ക്ഷണിച്ചുകൊണ്ട് ഹജ്ജ് ക്ലാസ് നടത്താൻ പോയി. ഒരു ഹാളിൽ, വലിയ ഹാളിൽ വെച്ചിട്ട്. അപ്പൊ അന്ന് ജ്യേഷ്ഠനെ ഹജ്ജിന് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് അനുജനും കൂടെ വന്നിരുന്നു. ആള് ഹജ്ജിന് പോകുന്ന ആളല്ല, ജ്യേഷ്ഠൻ പോകുമ്പോ വെറുതെ ഇങ്ങനെ കൂടെ വന്നതാണ് ആ ക്ലാസ് കേൾക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ ഈ ഹദീസ് ഉദ്ധരിച്ചു. അക്കൊല്ലാണ് ഹജ്ജിന് പോയി. ഈ ഹദീസ് കേട്ടപ്പോ പൈസ ഉണ്ടാക്കി പോയി. യഹൂദി നസ്രാനിയായിട്ട് മരിക്കാൻ ഏതെങ്കിലും കഴിയില്ല. നമ്മളെ കൂട്ടത്തിലും ചില ആളുകള് കുറച്ച് ഹജ്ജിന്റെ കാര്യത്തിൽ കുറച്ച് വേക്കില്ല. അതൊക്കെ ചെയ്യാലോ എന്നുള്ള ഈ നീട്ടിവെക്കലാണ് ഇമാം പോകാൻ കാരണം. ഫിഖയില് നീട്ടിവെക്കുന്നതിന് വിരോധമില്ല, പക്ഷെ നീട്ടിവെച്ചിട്ട് അഥവാ പിന്നീട് ഫക്കീർ ആയാലും നമ്മളെ പരടിയിലേ വരും, പൈസ ഉള്ളപ്പോ പോയിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് ഹജ്ജിന് പോകാൻ പൈസ ഉണ്ടെങ്കിൽ, ആരോഗ്യം ഉണ്ടെങ്കിൽ, ഇനി നമ്മളെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആളുകളുടെ അടുത്ത പരിപാടി ഹജ്ജിന് പോകാനുള്ള ഒരു തീരുമാനം. ഇക്കൊല്ലം കിട്ടിയില്ലെങ്കിൽ അടുത്തൊല്ലെങ്കിൽ, ഇക്കൊല്ലം കിട്ടാൻ പറ്റുമെങ്കിൽ എങ്ങനെയൊക്കെ കിട്ടാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിന് ശ്രമിക്കണം. ഈമാൻ കാക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. ഹജ്ജ് ആ ലഫ്ള്, ആ വേർഡ് തന്നെ അതിന്റെ ഒരു കെട്ടുറപ്പ് കണ്ടോ? ഹ ജീം രണ്ടാണ്. ഹ അലീം, ജീം മുജിരിം എന്ന്. ഹലീം എന്നുള്ള അള്ളാൻ ഇസ്മ, മുജിരിം എന്നുള്ള മനുഷ്യനെ കുറിച്ച് അവന്റെ വഴിവിട്ട സഞ്ചാരം ഉണ്ടാവുമ്പോ പറയുന്ന പേരാണ് തമ്മാടി. അപ്പൊ തമ്മാടിക്ക് എല്ലാം സഹിക്കുന്ന, ക്ഷമിക്കുന്ന, പൊറുക്കുന്ന അള്ളാഹുവിലേക്കുള്ള ആത്മാവിന്റെ തീർത്ഥയാത്ര, അതിനാണ് ഹജ്ജ് എന്ന് പറയാം. സംഗതിയൊക്കെ ക്ലിയറായി കിട്ടിയില്ലെങ്കിൽ നമ്മളെ ഉദ്ദേശം പോലെ ഈമാനും കിട്ടൂല. അങ്ങനെയുണ്ട്. നമ്മളെ ഈ സെറ്റ് തന്നെ കണ്ടില്ല നിങ്ങള്? പെരുന്നാൾ വരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതിന്റെ അടുക്ക ഒരാവശ്യമില്ലാതെ ആരോ വന്നൊന്ന് കളിച്ച്, അപ്പൊ നമ്മള് സൗണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സംഗതി സെറ്റും ബോക്സും ഒക്കെ റെഡിയാണ്, പക്ഷെ അയിമ തിരിപ്പിടിച്ചത് ശരിയായില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്. ഏത് കാര്യം എങ്ങനെയാണ്? എല്ലാ കാര്യവും അങ്ങനെയാണ്. ഏത് കാര്യം ക്ലിയറായി കിട്ടണമെങ്കിൽ അതിന്റെ വഴികൾ ആദ്യം ക്ലിയറായി കിട്ടണം. ആവശ്യമില്ലാത്ത കൈകൾ വന്നാൽ ഈ ഹജ്ജിന്റെ കാര്യം എങ്ങനെ? ഈമാന് ക്ലിയറായി കിട്ടണോ? ഹജ്ജ് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു വിഷയം അവിടെ ഉണ്ടായിരുന്നു. ആ ഓൾസ് അടക്കണം, അല്ലെങ്കിൽ ഈമാനും ഇസ്ലാമും ശരിയായി കിട്ടൂല, ഒരിക്കലും കിട്ടൂല. ഈ തവാഫ് എന്നൊക്കെ പഠിച്ചോക്കും, അതൊക്കെ വലിയ സംഗതികളാണ്. നമ്മളതിൽ ഇങ്ങനെ ചിറ്റയാണ്. അതല്ലേ അതിന്റെ ഒരു അടിസ്ഥാനം ഞാൻ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സൃഷ്ടിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച സമയത്ത് മലക്കളോട് ഇങ്ങനെ ഒരു മുശാവറയുടെ അദബ് എന്നോണം ചോദിച്ചു, നമ്മളെ പഠിപ്പിക്കാൻ. ഇങ്ങനെ ഒരു വിഭാഗത്തെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നാ നിങ്ങളെ അഭിപ്രായം? മലക്കൾ അപ്പൊ ചോദിച്ചു, അത് എന്ന് ചോദിച്ചു. എന്ന് ചോദിച്ചു മലക്കൾ. ചോദിച്ചത് അള്ളാഹിനോടാണ്, ചോദ്യം ചെയ്തതല്ല. തഫ്സീറിലൊക്കെ ഇസ്തിഫ്സാർ എന്ന് പറയും, വിശദീകരണം തേടിയതാണ്. എന്നാലും മലക്കുകൾക്കൊന്നും വേണ്ടിണ്ടായിരുന്നില്ല. ഓല് സങ്കടം സഹിക്കാൻ കഴിയാതെ ബൈത്തുൽ മഅമൂർ കറങ്ങാൻ തുടങ്ങി. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ഇങ്ങനെ കറങ്ങാൻ. അപ്പൊ ഈ തവാഫ് അവിടുന്നാ തുടങ്ങിയത്. താഴെ നല്ല തവാഫ് തുടങ്ങിയത്, മേലെ നിന്നാണ്. ബൈത്തുൽ മഅമൂർ അതിന്റെ നേരെ താഴെ കായപ്പള്ളി. കുറെ ഇങ്ങനെ ചുറ്റി അവരിങ്ങനെ സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. അല്ലാഹു നിർത്തിക്കാളി. ഇനി ഇതേപോലെ എന്റെ മനുഷ്യന്മാർക്ക് അവർക്ക് സങ്കടം വരുമ്പോ അവരുടെ ഭാരം ഇറക്കാൻ, ചുറ്റിക്കറങ്ങാൻ ഇതിന്റെ അതേ പോയിന്റിൽ താഴെ നിങ്ങളൊരു കാബ മന്ദിരം പണിയണമെന്ന് പറയും. എന്തിന്? തവാഫിന് വേണ്ടി.
അപ്പൊ സത്യത്തിൽ ആ ദിമാ എന്ന ഒരു ചോദ്യത്തിന്റെ പിറകിൽ വന്ന ദുഃഖവും സങ്കടവും മാറാൻ വേണ്ടിയാണ് തവാഫ് തുടങ്ങിയത്. അതിനുവേണ്ടി കാബും പണിത്. അള്ളാഹുമായിട്ടുള്ള ഉടക്കലും പിണക്കവും തീർക്കാനുള്ള സങ്കട പ്രകടനത്തിന്റെ വേദിയാണ് പരിശുദ്ധമായിട്ടുള്ള കഅബ. അതിനാണ് ഈ പോണത്. സാധാരണ വലിയ വലിയ കൊട്ടാരത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഏറ്റവും പ്രൗഢിയുള്ള തുണിക്കുപ്പായവും ഏറ്റവും പ്രൗഢിയുള്ള ചെരുപ്പ് ആളുകൾ ആകർഷിക്കുന്ന രൂപത്തിലല്ലേ പോവുക. അള്ളാഹുവിന്റെ തൗഹീദിന്റെ കൊട്ടാരമാണ് കഅബ. അതിലേക്ക് പോകുമ്പോഴോ ആകർഷണീയമായ സകല വസ്തുക്കളും എടുത്തൊഴിവാക്കണം അള്ളാഹു പറയണത്. മനുഷ്യനെ ആകർഷിപ്പിക്കുന്ന എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ ഒഴിവാക്കണം. ഒറ്റ തുണി പോക്കുക ഖലാസ്. ഏത് രാജാവും അങ്ങനെ. കാരണം നീ നിന്റെ പട്ടങ്ങളൊക്കെ ഊരി വെച്ചിട്ട് എന്റെ മന്ദറുണ്ട്, അത് കൽബാണ്. ആ കൽബ് സലാമത്താക്കിയിട്ട് വാ, എന്നാലേ എന്റെ കൊട്ടാരത്തിലേക്ക് അഡ്മിഷൻ ഉള്ളൂ. ഇവിടെ നോ അഡ്മിഷനാണ്. വലില്ലാഹി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാ ഇലൈഹി സബീല എന്നല്ല ഖുർആനിലുള്ളത്. ഹിജ്ജുൽ ബൈത്തി എന്ന കസ്റ. ഹജ്ജ് എന്ന് പറയാൻ അള്ളാഹ്ക്ക് അറിയാത്തോണ്ടാ ഹിജ്ജ് എന്ന് പറഞ്ഞത്. വലില്ലാഹി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാ ഇലൈഹി സബീല എന്ന് ഖുർആനിലുണ്ടോ? ഉണ്ടോ? ആ ആയത്ത് ഹിജ്ജ് എന്ന ഹജ്ജ് എന്നല്ല. ഏതാണ് മോനെ ആയത്ത്? വലില്ലാഹി ഹിജ്ജുൽ ബൈത്തി. എന്താ അവിടെ ഹിജ്ജ് എന്ന് പറയാൻ കാരണം? ഹിജ്ജ് എന്ന് പറയാറ് കെസർ താഴെയാണ്, ഫതഹ് മേലെയാണ്. അപ്പൊ ഹജ്ജിൽ ഏറ്റവും വേണ്ടത് താഴ്മയാണ്. താഴേക്ക് വരും, മേൽക്ക് പോയത്. അപ്പൊ ഹജ്ജ് കിട്ടൂല. അതിനാണ് ഹിജ്ജ് എന്ന് പറയുന്നത്. കെസറാക്കി അല്ലെങ്കിൽ ഹജ്ജ് എന്ന് പറയുന്നത്. ഹജ്ജ് ഫതഹ് മേലെയാണ്. ആണ് ഖുർആൻ തുടങ്ങുന്ന ബിസ്മില്ല കെസറോണ്ടല്ലേ. കാരണം എന്താ? ഖുർആൻ മനുഷ്യനെ വിളിക്കുന്നത് തവാദുയിലേക്കാണ്. വഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന ഫിൽ അർളി ഹൗന. ഹജ്ജിൽ ഏറ്റവും വേണ്ടത് കുട്ടിയായി പോയാലേ കുട്ടിയായിട്ട് വരുള്ളൂ. ഹജ്ജ് കഴിഞ്ഞാൽ പിന്നെ ഗർഭത്തുനിന്ന് പുറത്തു വന്ന പോലെയാണ് മുഹമ്മദ് മുസ്തഫ. ഗർഭത്തുനിന്ന് പുറത്തു വന്ന കുട്ടീന്റെ സ്വഭാവം എന്താ? പ്രതിഷേധം ഉണ്ടാവില്ല, പ്രതികാരം ഉണ്ടാവില്ല, അസൂയ ഉണ്ടാവില്ല, കുറ്റുണ്ടാവില്ല, ദേഷ്യം ഉണ്ടാവില്ല, വാശി ഉണ്ടാവില്ല, പ്രശ്നം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അതുപോലെ പനങ്ങുണ്ടാവും. പക്ഷെ ആ പോകുമ്പോ എന്ത് വേണം? കുട്ടിയുടെ സ്വഭാവമായിട്ട് പോകണം. അതാണ് ആ പോകുന്ന ആളുകൾ മസ്തലല്ലേ ഇപ്പൊ പറയുന്നത്. അതിന്റെ പ്രഥമ ചിട്ടകളാണ്. പോവാൻ നീട്ടിവെച്ച ആളുകൾക്കുള്ള താക്കീതുമാണ് ഇന്നത്തെ ഉത്ബോധനം. പോവാൻ നീട്ടിവെച്ച ആളുകൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. എപ്പോഴും നമുക്ക് അവസരം കിട്ടിയാൽ പോണം. ഇന്നലെ ഞാൻ ദർസ് പഠിക്കുന്ന ഒരു ചെറിയ കുട്ടിയാണ്. അവിടെ ആ കുട്ടി അജ്മലിന് അവനോട് വെച്ച് വയലറിഞ്ഞിട്ട് എത്ര ഉറുപ്പ് കിട്ടിയോടെന്ന് വെച്ചു. ചെറിയ പയ്യനല്ലേ, നോമ്പിനൊക്കെ വയലറിഞ്ഞിട്ട് എത്ര ഉറുപ്പ് കിട്ടിയെന്ന് വെച്ചു. അപ്പൊ എന്നോട് പറഞ്ഞ് 1500 കിട്ടിക്കണെന്ന്. അവൻ അത്ര കിട്ടുള്ളൂ, ചെറിയ കുട്ടിയല്ലേ. എന്തേ കാട്ടിയെന്ന് വെച്ച് ഞാൻ ഉംറക്ക് അവൻ തൊണ്ടിലിട്ടിച്ചിരുന്ന. അപ്പൊ ഞങ്ങൾക്ക് ഒന്നും മുണ്ടിയില്ല. എന്റെ കണ്ണ് നിറഞ്ഞില്ല. കുട്ടികളെ മനസ്സങ്ങനെ തന്നെയാണ് പാകപ്പെട്ട് വരേണ്ടത്. അത് നല്ലൊരു മറുപടിയല്ലേ. അപ്പൊ എനിക്ക് തോന്നി ദർസ് മുതലായി. അൽഹംദുലില്ലാഹ്. ആ ചെറിയ പയ്യൻ പറയണേ എനിക്ക് ഉംറക്ക് അമ്മണി തൊണ്ടിലിട്ടിച്ച. അല്ല, കുട്ടികളെ മനസ്സങ്ങനെ തന്നെയല്ല ആയി വരേണ്ടത്. അൽഹംദുലില്ലാഹ്. നമ്മള് വലിയവർക്ക് ലക്ഷങ്ങൾ കയ്യിലുണ്ടായിട്ട് അങ്ങോട്ട് പോകണമെന്ന് തോന്നുന്നില്ല. ഈ പൊടിഞ്ഞു വരുന്ന കുട്ടികൾക്ക് 1500 കിട്ടുമ്പോ തൊണ്ടിലിട്ടിച്ചിട്ട് ഉംറക്ക് പോകാൻ കാത്തിക്കുക. മനസ്സുമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഞങ്ങൾക്ക് പൈസ കിട്ടിയാൽ പോണ അച്ഛന് എങ്ങനെയാലും പോണം. ഞാൻ എനിക്കെപ്പോഴും ഓർക്കാം ഒരു യാത്ര മംഗലാപുരല്ല നാദാപുരത്തേക്ക് പരിപാടിക്ക് പോകണം. അപ്പൊ ഞാന് ഈ കുഞ്ഞിപ്പള്ളിയില് സുബഹി നിസ്കരിക്കാൻ അവിടെ കൂടി. എനിക്ക് രാത്രി പോകണം തോന്നി. അവിടെ രാവിലെ 10 മണിക്കാണ് പരിപാടി. രാത്രി പോകണം തോന്നി. അപ്പൊ അന്നിന്റെ ഒരു സുഹൈൽ എന്നുള്ളൊരു കുട്ടിയാണ് ഡ്രൈവർ. അവനോട് രാത്രി തന്നെ ഏശാനേശം വണ്ടി എടുക്കാം. എന്തിനാന്ന് എനിക്ക് പറയുന്നു. അപ്പൊ എന്നോട് തന്നെ ഉസ്താദ് സുബഹിന്റെ ശേഷം പോയി എത്തുമല്ലോ, എന്തിനാ രാത്രി പോണത്? ഞാൻ പറയും എനിക്കറിയില്ല, പോണം, ജീവനെയും ഒറ്റ പോകുന്നു. അങ്ങനെ ഓനും ഞാനും കൂടി പോയി. എവിടെ? കുഞ്ഞിപ്പള്ളിയിലെത്തിയപ്പോ ഞാൻ പറഞ്ഞു വണ്ടി ഇവിടെ നിർത്ത്, ഇവിടെ ഏതെങ്കിലും നല്ല ലോഡ്ജ് ഉണ്ടോ നോക്കാം, അവിടെ കിടന്നിട്ട് കുഞ്ഞിപ്പള്ളിയിൽ നിന്ന് സുബഹി നിസ്കരിച്ചിട്ട് പോവാന്ന് പറഞ്ഞു. എന്താണെന്ന് എനിക്ക് അറിയണില്ല. എന്താ നമുക്ക് അറിയണ്ടേ? അങ്ങനെ ഓന് ലോഡ്ജൊക്കെ ശരിയാക്കി നമ്മളവിടെ താമസിച്ചു. സുബീക്കോ നല്ല ഓർക്കില്ല. ഞാൻ സുബീന്റെ മുന്നേ എണീച്ചിട്ട് പള്ളിയിൽ പോയി. ഇതൊന്നും എനിക്ക് എന്താണെന്ന് അറിയുന്നത്. ഈ ഷരീഫ് അഷ്റഫിക്കൊക്കെ അറിയാം അതിന്റെ ബാക്കി പത്രം. അങ്ങനെ ഓനും ബാങ്ക് കൊടുത്തപ്പോ എണീച്ചിട്ട് ഓനും പള്ളിയിൽ വന്നു. നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പള്ളിയിൽ ഇങ്ങനെ എന്തിനപ്പം ഞാൻ രാത്രി ഇങ്ങോട്ട് വന്നത്, എന്നിട്ട് ലോഡ്ജ് എടുത്ത് താമസിച്ചു.
എന്നിട്ട് പിന്നെ പള്ളിയിൽ. ഇനി ഇവിടുന്ന് ആകെ പരിപാടി സ്ഥലത്തേക്ക് 1/2 മണിക്കൂറുള്ളൂ. അപ്പൊ സുബീക്ക് അവിടെ നിന്ന് വന്നാലും എത്തും. അപ്പൊ ഇതിന്റെ തൊട്ടടുത്ത ഒരാളെ മുട്ടിന്റെ കീഴ്പെട്ടുള്ള ഭാഗം തുണി കീറിക്കുന്നു. ഒരു പഴയ തോർത്തുമുണ്ട്. ഇതിന്റെ അനുഭവട്ടോ, പഴയ തോർത്തുമുണ്ട്. അത് തലയിലിട്ട് അപ്പൊ അയാളിങ്ങനെ പൊട്ടിക്കരയും. അപ്പൊ ഞാൻ അങ്ങനെ ചവിടോർത്തു. അപ്പൊ അയാള് മലയാളത്തിൽ പറഞ്ഞതാ, പഠിച്ചോനെ എനിക്ക് എന്റെ കഴിവൊന്ന് കാണണം, മദീനൊന്ന് കാണണം പഠിച്ചോനെ. കാലം എത്രയാ എന്നോട് ദ്വാരക്കണം. എന്റെ അടുത്ത് പൈസ ഇല്ലാന്ന് എനിക്കറിയില്ലേ. ജിന്നെ മദീനത്തേക്ക് മക്കത്തേക്ക് എത്തിക്കണ ഒരാളെ കാണിച്ചു തരൂലേന്ന് വെച്ചാൽ കരഞ്ഞു. പൊട്ടിക്കറി അതിൽ ഞാൻ തോർത്തോണ്ട് കണ്ട് പിടിച്ചു. അപ്പൊ ഞാൻ ടവലായിട്ടിരിക്കണം. ഞാൻ ഈ ആളുകൾ അറിയാതിരിക്കാൻ വേണ്ടി തലയെക്കെട്ട് വണ്ടിയിലിട്ടിട്ട് ടവലിട്ടിട്ട് ഇറങ്ങുന്ന ആളാണ്. മറ്റേ ആൾക്കാർ വെറുതെ കുറെ വികാരജീവികളാ. അപ്പൊ പിന്നെ വേണ്ട വെച്ചിട്ട് ഇങ്ങനെ അതിൽ നല്ലതുണ്ട്. പ്രശ്നം ഉണ്ടായിട്ടല്ല, പക്ഷെ നമുക്ക് അതിന് സമയം ഉണ്ടാവില്ല, താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഈ ടവലിട്ടിട്ട കൂടുതൽ കയറുക. അപ്പോ കൈ ഞാൻ മുടിച്ചു. അപ്പൊ അയാളിന് മേത്തേക്കാണ് പോയി. എന്താ നിങ്ങളെ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഞാൻ എത്തിച്ചേരാ പാസ്പോർട്ട് എഴുതി. അപ്പൊ എനിക്ക് മനസ്സിലായി അള്ള എന്നെ അവിടെ കൂടുന്നത് ഇതിനാണ്. അള്ളാന്റെ ഒരു പണി നോക്കണം. നിങ്ങളെ കാപത്ത് കത്തിക്കുന്ന ആള് ഞാനാണ്. അള്ള നിങ്ങൾക്ക് എന്നെയാണ് തന്നെ പാസ്പോർട്ട് എഴുതുന്നത്. അയാളെ പാസ്പോർട്ട് വാങ്ങി ഞാൻ വരി പോയി. അപ്പൊ നമ്മളെടുത്തത് ഞൊട്ടിയുണ്ടോ നോക്കണല്ലോ. അല്ലിപ്പോ ചോദിച്ചാൽ തരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എന്റെ അടുത്ത് ഏകദേശം ആളെ അങ്ങോട്ട് എത്തിക്കാനുള്ള പകുതി പൈസ അപ്പുണ്ട്. എത്രയെന്ന് ഞങ്ങളോട് പറയില്ല. അത് ഞാൻ ഫുള്ള് അയാൾക്ക് കൊടുത്തു. ബാക്കി കുറച്ച് പൈസന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അത് ഷരീഫ് അഷ്റഫൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ മുമ്പ് നീന്ന കറുത്തിരുത്തി മഹലില് ഒരു സാഹസം പറഞ്ഞപ്പോ 2-3 ആളുകളെ ഏറ്റെടുത്തു. അയാള് പോയി അൽഹംദുലില്ലാ വന്നു. അപ്പൊ അതിനുള്ളൊരു അവസരമാണ്. ഈ തിടുക്കും ആത്മാർത്ഥ ആഗ്രഹം ഉണ്ടെങ്കിൽ അള്ള എത്തിക്കോടെ, എങ്ങനെങ്കിലും എത്തിക്കോ. ആ മനുഷ്യപ്പോ കഴിഞ്ഞ ആഴ്ച എനിക്ക് വിളിച്ചിരുന്നു, സന്തോഷം പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നോടല്ല സന്തോഷം പറയണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റിയത്, നിങ്ങളെ കരച്ചില് കേൾക്കാൻ പറ്റിയ ഒക്കെ റബ്ബിന്റെ പണിയാണ്. റബ്ബിനെ ദാഹിച്ചാൽ ദാഹശമനി ഉണ്ടാവും, ഒരു സംശയം വേണ്ട. ഇലാഹിയായ ദാഹമുള്ളവർക്ക് ദാഹശമനി അള്ളാഹു കൊടുക്കും. അതൊരു വ്യക്തിയായിരിക്കാം, ഒരു സംവിധാനമായിരിക്കാം, ഒരു ഒപ്പായിരിക്കാം, ഒരു നേതൃത്വമായിരിക്കാം, എന്തെങ്കിലൊക്കെ ആയിരിക്കാം. ഈ മാസത്തിൽ സുപ്രധാനമായി ചിന്തിക്കേണ്ടത് എനിക്ക് അവിടെ എത്തണം 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 എന്നാഗ്രഹമായിരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനു വേണ്ടിയാണ് ഇന്നത്തെ ഒരു ഉത്ബോധനം. എല്ലാ വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ സീസണിൽ അതിനെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ സാന്ദർഭികമായിട്ട് ഇടപെട്ടവരാവൂലല്ലോ. അതുകൊണ്ടാണ് ഇന്ന് പറഞ്ഞത്. 3 കാര്യമാണെന്ന് നിങ്ങൾ കേൾപ്പിക്കാൻ ശ്രമിച്ചത്. ഒന്ന്, കഴിവുണ്ടായിട്ട് നാളെ എന്ന് നാളേക്ക് നീട്ടുന്ന ആളുകൾ അപകടം പണിയിരിക്കുന്നത് മനസ്സിലാക്കണം, ഗൗരവത്തിലെടുക്കണം. 2ാമത്തത്, നമുക്ക് അവസരം കിട്ടുമ്പോൾ പോകണമെന്ന് തിടുക്കുണ്ടാവണം. 3ാമത്തത്, പോകുന്ന ആളുകൾ കുട്ടിയെ പോലെ തിരിച്ചു വരണമെങ്കിൽ കുട്ടിയുടെ മനസ്സോടുകൂടി പോവാൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. പഠിച്ചോനെ പറഞ്ഞും കേട്ടൊക്കെ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ കൽബുകൾ മാരിഫത്ത് കൊണ്ട് നിറച്ചേരണേ അല്ലാഹ്. തവക്കുലും സമാധാനവും സബറും നൽകണേ അല്ലാഹ്. ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. രാവിലെ തന്നെ ദൂരെന്ന് അടുത്തുനിന്നുമായി ദീനീയ ഉലൂമുകൾക്ക് വേണ്ടി, ഖുർആന് വേണ്ടി, നിന്റെ സന്ദേശങ്ങൾ അറിയാൻ വേണ്ടി വരുന്ന ഒരാളുടെയും കാൽവെപ്പുകളും കാൽപ്പാടുകളും യാത്രയും നീയത്തും നീ വെറുതെയാക്കല്ല അല്ലാഹ്. അതിൽ കച്ചവടക്കാർ, ഉലമാ, മുത്താലിമ്യങ്ങൾ, യാത്രക്കാർ, ഉദ്യോഗസ്ഥന്മാർ, അധ്യാപകന്മാർ, പഠിതാക്കൾ പലരുമുണ്ട്. ഓരോ ആളുകൾക്കും അവരുടെ ഫീൽഡിൽ ഖൈറും ബർക്കത്ത് ഏറ്റി കൊടുക്കണേ അല്ലാഹ്. ആഫത്ത് മുസീബത്തുകളിൽ നിന്ന്, പെടുന്നതിനുള്ള മരണങ്ങളിൽ നിന്ന് അല്ലാഹുവേ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഒരുക്കമില്ലാത്ത മരണങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. നിന്നോടോ പടമ്പുകളോടോ വല്ലതും ബാക്കി വെച്ച് മരിച്ചു പോകുന്ന അവസ്ഥയിൽ നിന്ന് കാക്കണേ അല്ലാഹ്. രോഗങ്ങളിൽ നിന്ന്, തളർച്ചകളിൽ നിന്ന്, തകർച്ചയിൽ നിന്ന്, കടക്കടികളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.
آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله.